എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ കൂട്ടുകറിയാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലേൻ്റെ കൂടെ പിന്നെ ചേന എടുക്കും, അതുപോലെ തന്നെ കായ എടുക്കും, മത്തൻ എടുക്കും, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക അല്ലേ. ഇന്ന് ഞാനിവിടെ കായയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കായയും അതുപോലെ തന്നെ കടലയും കൂടി. കടല ഞാൻ നന്നായിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് നമുക്ക് നേന്ത്രക്കായ അറിയാലോ, നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കായൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു കായ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം തോല് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് കളയുന്നില്ല. തോല് നമ്മൾ കുറച്ച് നിർത്തിയിട്ടാണ് 4 വശവും അറ്റം അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് തോലൊന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്കി പോർഷൻ അങ്ങനെ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കടലയിൽ കായയും ചേനയും അതുപോലെ തന്നെ മത്തനൊക്കെ എടുക്കുക. നമ്മളിപ്പോൾ കായയും കടലയും മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം എന്ത് കണ്ടോ, കായ ഞാൻ ഇതുപോലെ ഒന്ന് ക്യൂബ്സായിട്ട് കുറച്ച് തോല് നിർത്തിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കായ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. കായ അരിഞ്ഞതിന് ശേഷം അത് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കായയിൽ ചെറിയതായിട്ട് കറ ഉണ്ടാവുമല്ലോ, ഈ കറയൊന്ന് പോയി കിട്ടാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കടല വേവിക്കാൻ വെച്ചപ്പോൾ കടലയും വെള്ളവും മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, പൊടികളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കടല അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി അതവിടെ ഒരു 2 വിസിലടിച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു തേങ്ങേൻ്റെ കൂട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് അതുപോലെ തന്നെ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഉഴുവ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മൂപ്പിച്ചതിലേക്കാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് മതിയാവും. നമ്മളിപ്പോൾ കഷ്ണവും ഇപ്പോൾ കായയും ചേനയൊക്കെ എടുക്കുന്നത് നമുക്ക് കറി വേണ്ട എമൗണ്ട് അനുസരിച്ച് അതിലേക്കുള്ള തേങ്ങേൻ്റെ അളവിലൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത് കോൾഡ് ആയതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒന്ന് മൂത്ത് ചെറുതായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉഴുന്നും കടുകും ഇട്ട് പൊട്ടിച്ച സമയത്ത് നമ്മൾ കുറച്ച് നല്ല ചെറിയ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഒരു 1/4 ഭാഗം തേങ്ങ എടുത്ത് മാറ്റി വെച്ചിരിക്കണം. പിന്നെ ഒരു 1/4 ഭാഗം എടുത്ത് നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായി അരച്ചിട്ട് ഈ കായയും കടലയും കൂടി വെന്തയിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കി നമ്മൾ മാറ്റി വെച്ച തേങ്ങ അതുവഴി നമ്മൾ മൂപ്പിച്ചിട്ട് 1/4 ഭാഗം എടുത്ത് നമ്മൾ അരച്ചു. ബാക്കി വന്ന തേങ്ങ അങ്ങനെ നമ്മൾ ഈ കടലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടുകറി, രുചികരമായിട്ടുള്ള സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഒരുപാട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി ഞങ്ങളുടെ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോവില്ലേ കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.